നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. പന്തീരങ്കാവിൽ നവവധുവിനെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന കേസിൽ വൻ വെളിപ്പെടുത്തൽ. താൻ ഇത്രയും നാൾ പറഞ്ഞതെല്ലാം നുണയായിരുന്നുവെന്നും അതിൽ കുറ്റബോധമുണ്ടെന്നും നവവധു തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി. തന്നെ ഇത്രയേറെ സ്നേഹിക്കുകയും നന്നായി നോക്കുകയും ചെയ്ത ഭർത്താവ് രാഹുലിനെതിരെ ഇല്ലാക്കഥകൾ പറഞ്ഞത് സ്വന്തം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്നും യുവതി പറയുന്നു. നുണ പറയാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും വീട്ടുകാരാണ് സ്ത്രീധന പീഡനം നേരിട്ടുവെന്ന് പറയാൻ ഉപദേശിച്ചതെന്നും യുവതി പറയുന്നു. ബെൽറ്റ് വെച്ച് അടിച്ചെന്നും ഫോൺ ചാർജറിന്റെ കേബിൾ കഴുത്തുമുറുക്കിയെന്നും പറഞ്ഞത് കള്ളമായിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തി. കേസിനെ തുടർന്ന് പ്രതി രാഹുൽ വിദേശത്തേക്ക് രക്ഷപ്പെടുകയും അതിനവസരമൊരുക്കിയെന്നതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടപടി നേരിടുകയും ചെയ്തു. ഇങ്ങനെയെല്ലാം കേസ് സർക്കാരിന് തന്നെ തലവേദനയാകും വിധം വൻ വിവാദമായി തുടരുമ്പോഴാണ് പുതിയ വഴിത്തിരിവ്. കേസ് അന്വേഷണത്തിൽ വിട്ടുവീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് പന്തീരങ്കാവ് SHOയെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. പന്തീരങ്കാവ് SHO S സരണിയാണ് സസ്പെൻഡ് ചെയ്തത്. കമ്മീഷണറുടെ ഉത്തരവ് പരിഗണിച്ച ഉത്തരമേഖല IG-യുടേതാണ് നടപടി. ഗാർഹിക പീഡനത്തിനെതിരായ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും ഗൗരവമായി എടുത്തില്ലെന്നായിരുന്നു കണ്ടെത്തൽ. വിവാഹത്തിന്റെ ഒരു ഘട്ടത്തിലും രാഹുലോ കുടുംബമോ തന്നോട് സ്ത്രീധനം ചോദിച്ചിട്ടില്ലെന്ന് യുവതി പറയുന്നു. വക്കീലിന്റെ നിർദ്ദേശപ്രകാരം കേസിന് ബലം കിട്ടാനാണ് അത്തരം ആരോപണങ്ങൾ കൂട്ടിച്ചേർത്തത്. കല്യാണത്തിന്റെ എല്ലാ ചിലവുകളും രാഹുലാണ് വഹിച്ചതെന്നും പെൺകുട്ടി പറയുന്നു. വീട്ടുകാർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ ഗത്യന്തരമില്ലാതെ അവർക്കൊപ്പം നിൽക്കേണ്ടി വന്നെന്നും അതിലെല്ലാം ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുവെന്നും യുവതി വ്യക്തമാക്കി. മറ്റൊരു വിവാഹം രജിസ്റ്റർ ചെയ്ത കാര്യം കല്യാണത്തിന് മുൻപ് രാഹുൽ തന്നോട് തുറന്നു പറഞ്ഞിരുന്നു. ഒരു ഫോട്ടോഗ്രാഫിയുടെ പ്രശ്നത്തിന്റെ പേരിലാണ് ആ വിവാഹം മുടങ്ങിയതെന്നും പറഞ്ഞു. മെയ് 5-ാം തീയതിക്ക് മുൻപ് ഡിവോഴ്സ് കിട്ടുമെന്ന് തന്നോട് പറഞ്ഞിരുന്നു. ആ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയതെങ്കിലും ഡിവോഴ്സ് കിട്ടിയില്ല. അതിനാൽ പുതിയ വിവാഹവുമായി ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടെന്ന് രാഹുൽ പറഞ്ഞപ്പോൾ താനാണ് സാരമില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതെന്നും യുവതി വീഡിയോയിൽ പറയുന്നു. ഈ വിവരങ്ങൾ തന്റെ അച്ഛനോടും അമ്മയോടും പറയാമെന്ന് രാഹുലേട്ടൻ പറഞ്ഞിരുന്നു. എന്നാൽ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് പേടിച്ച് താൻ എല്ലാം മറച്ചുവെക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.